ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും വേണമെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് തന്നെ നമുക്ക് കഴിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ഇടത്തരം സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഈ സവാളയും കൂടി ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരുന്ന ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഇത് കാശ്മീരി മുളകാണ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയുടെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തതും, ടൊമാറ്റോയും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ടൊമാറ്റോയൊക്കെ ഒന്ന് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. അത്രയും നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോയൊക്കെ നല്ലപോലെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഞാനിപ്പോൾ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു പീസിലേക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വച്ചിട്ട് ബ്രെഡിൻ്റെ നേരെ ഒന്ന് നമുക്ക് എല്ലായിടത്തുമായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മറ്റേ ബ്രെഡും കൂടി ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ആ ഫില്ലിങ്ങിലേക്ക് ഒരു മുട്ടയും കൂടി ഒന്ന് ചെറുതായിട്ട് ചിക്കി പൊരിച്ച് ഇട്ട് കൊടുക്കുന്നതാണ്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ചിക്കി പൊരിച്ചെടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കുഞ്ഞു കുഞ്ഞു പീസാക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിനെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ടൊമാറ്റോ ഉള്ളിയൊക്കെ ആയിട്ട് വഴറ്റി വെച്ചിരുന്ന അതിലേക്ക് ഈ മുട്ട ചീക്കി പൊരിച്ചതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഫില്ലിങ് ചെയ്തതുപോലെ തന്നെ ബ്രെഡിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആദ്യത്തേത് ഞാൻ ഉണ്ടാക്കിയത് മുട്ട ചേർക്കാത്തതും രണ്ടാമത് ഉണ്ടാക്കുന്നത് മുട്ട ചേർത്തതുമാണ്. ഇനി നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെയ്യൊന്ന് ചൂടാകുമ്പോഴേക്കും പതുക്കെ ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരിക്കണം. ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിനെ സാവധാനം തന്നെ മറിച്ച് ഇട്ട് കൊടുക്കാം. അത് ഇളകിപ്പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് മറിച്ചിടണം. ഇനി ഒരു 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ചും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ തിരിച്ച് മറിച്ച് ഇടുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ മറിച്ചിടണം. അതിൻ്റെ ആ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് മറിച്ചിടണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ
ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. രാവിലെയൊക്കെ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടമാവും. അവർക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ദാ ഈ ഒരു പാകത്തിന് നമുക്ക് മാറ്റാം. ഇനി മറ്റേ ബ്രെഡും കൂടെ ഇതുപോലെ വെച്ച് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഈ ബ്രെഡ് സാൻഡ്വിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്താൽ അവർക്കിഷ്ടം ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണിത്. ഇതുപോലെ ഒരു 2 പീസ് നമ്മൾ കഴിച്ചാൽ മതിയല്ലോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.